ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ്സ് വന്നിട്ട് റിലേഷൻഷിപ്പ് റീഡിങ്സ് ആണ്. നിങ്ങളുടെ പാർട്ട്ണറെ കുറിച്ചുള്ള റീഡിങ്സ് ആണ്. നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സൈലൻസ്, നിശബ്ദത എന്തുകൊണ്ടാണ്, ഇനി എന്തായിരിക്കും ഫ്യൂച്ചർ ആൻഡ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ്, ഇത് ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഡേ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിങ്സ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കാം. പേഴ്സണൽ റീഡിങ്സിന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാവുന്നതാണ്. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഈ ഒരു റീഡിങ്സിലേക്ക് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരിക. ഓക്കെ, Eight of Swords, Six of Cups, Emperor, Ace of Wand, Page of Sword, Nine of Cups, King of Pentacles, Ten of Cups, Lovers card, Three of Pentacles and King of Cups ആണ് നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്കിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഓവറോൾ എനർജി നോക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ആ ഒരു ഡീപ്പ് കണക്ഷൻ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു ലവും അഫെക്ഷനും ഇതൊക്കെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ഉണ്ട്. ആൻഡ് ഫസ്റ്റ് ഇപ്പോൾ നമുക്ക് ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോഴത്തേക്കും എയ്റ്റ് ഓഫ് സോർഡ്സ്, അതായത് ആ ഒരു വ്യക്തി ഇപ്പോൾ കറൻ്റ്ലി സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ ട്രാപ്പായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ആ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും ഒരുപാട് ബേർഡൻ ഉണ്ട് ആ ഒരു വ്യക്തിക്ക്. ഓവർ തിങ്കിങ്ങും കാര്യങ്ങളുണ്ട്. പാസ്റ്റിൽ നടന്നുപോയ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില മിസ്റ്റേക്സ് കാരണമാണ് ഇപ്പോൾ ആ ഒരു വ്യക്തി ഈ ഒരു ഇതിലൂടെ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കർമ്മ ആ ഒരു വ്യക്തി അനുഭവിക്കുന്നതിന് മെയിൻ റീസൺ പാസ്റ്റിൽ നടന്നുപോയ ചില കാര്യങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് ആ ഒരു വ്യക്തി ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മേ ബി ആ ഒരു റീസൺ ആയിരിക്കാം ഇപ്പോൾ നിങ്ങൾക്കിടയിലുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ആ ഒരു സൈലൻസ് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കത്തില്ല, ചില കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. നെക്സ്റ്റ് നമുക്ക് സിക്സ് ഓഫ് കപ്സ്. ഓക്കെ, അപ്പോൾ പാസ്റ്റിലുള്ള എന്തോ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ പാസ്റ്റിൽ മേ ബി ആ ഒരു വ്യക്തിക്ക് ഏതെങ്കിലും റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻ്റ് ആകാം. അപ്പോൾ പാസ്റ്റിൽ നടന്ന എന്തോ ഒരു കാര്യമായിട്ടാണ് നമുക്കിവിടെ ആ ഒരു വ്യക്തി ഇപ്പോൾ കറൻ്റ്ലി ആ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ആ ഒരു ട്രാപ്പായ ഫേസിലൂടെ പോകുന്നതിന് റീസൺ പാസ്റ്റിലുള്ള റിലേഷൻഷിപ്പാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തി ഇപ്പോഴും ആ ഒരു പാസ്റ്റിൽ തന്നെ ഹോൾഡ് ഓൺ ചെയ്ത് നിൽക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് എംബറർ. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യക്തി എംബററിൻ്റെ എനർജി ആ ഒരു വ്യക്തിക്ക് വേണമെന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയിട്ടത്. അതായത് ആ ഒരു സ്റ്റെബിലിറ്റി വേണം, അതുപോലെ തന്നെ ആ ഒരു വ്യക്തി വേണം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. ആ ഒരു വ്യക്തി ഉടനെ തന്നെ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് ഏസ് ഓഫ് വോൺസ് വന്നിട്ടുണ്ടല്ലേ, അപ്പോൾ അതൊരു പോസിറ്റീവ് റിട്ടേൺ ആയിരിക്കാം. ആ ഒരു വ്യക്തി ഈ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് ആൻഡ് മേ ബി ആ ഒരു സൈലൻസ്, നിങ്ങൾക്കിടയിലുള്ള ഒരു സൈലൻസ് ബ്രേക്ക് ആകാനുള്ളൊരു ഇതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരാൻ പോകുന്നു എന്നൊരു ഇൻഡിക്കേഷനും ആകാം ആ ഒരു ഏസ് ഓഫ് വോൺസ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു നിങ്ങൾക്ക് ഒരു റീകണക്ഷൻ ഒരു ചാൻസ് കാണുന്നുണ്ട്, ഒരു റീയൂണിയൻ ഒരു ചാൻസ് കാണുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് സോർഡ്സ് ആണ്. അതായത് ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഈവൻ ദോ നിങ്ങൾക്കിടയിൽ ആ ഒരു ഡിസ്റ്റൻസും സൈലൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയിട്ട് ആ ഒരു വ്യക്തി സ്റ്റോക്കിങ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരായിട്ടൊക്കെ ആ ഒരു വ്യക്തി സീക്രട്ടായിട്ടായാലും നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് സ്റ്റിൽ ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അപ്പം സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല ഇപ്പോൾ ഈ ഒരു സൈലൻസ് നിങ്ങൾക്കിടയിൽ ഉള്ളത്. നെക്സ്റ്റ് നയൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നയൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തി കറൻ്റ്ലി ഇപ്പോൾ ഒരു പേഴ്സണൽ ഗോൾസിലും പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, അതായത് ഇപ്പോൾ കറൻ്റ്ലി
ആ ഒരു വ്യക്തി ട്രാപ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞില്ലേ. സോ ആ ഒരു വ്യക്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി പിന്നീട് ആ ഒരു വ്യക്തിയുടെ ആ ഒരു പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ പേഴ്സണൽ ഗോൾസിലായിരിക്കും മേ ബി കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതുമായിട്ടായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ആ ആ ഒരു ഹാപ്പിനെസ് എന്താണ് ആ ഒരു വ്യക്തിക്ക് ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആ ഒരു കാര്യങ്ങളിലേക്ക് ആ ഒരു വ്യക്തി കോൺസെൻട്രേറ്റ് ചെയ്ത് പോകും. നെക്സ്റ്റ് നമുക്ക് കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നതുകൊണ്ട് തന്നെ ആ ഒരു കരിയർ ആൻഡ് സ്റ്റെബിലിറ്റി കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ആ ഒരു വ്യക്തി മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. അതിന് ശേഷം നമുക്ക് 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങളുമായിട്ടൊരു ഫാമിലി ലൈഫ്, ഓക്കെ, ആ ഒരു ഫ്യൂച്ചർ കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈലൻസിൻ്റെ ഒക്കെ ഒരു പീരീഡ് എന്തായാലും ബ്രേക്ക് ആകും. ആൻഡ് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടൊരു റീയൂണിയൻ എന്തായാലും ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ആ ഒരു പഴയ സന്തോഷവും അതുപോലെ തന്നെ ആ ഒരു നിങ്ങൾക്കിടയിലുള്ള ഒരു സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു ഇമോഷണൽ ബോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാണ്. അതിന് ശേഷം നമുക്ക് ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത് അല്ലേ. സോ ലവേഴ്സ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഡിവൈൻ സോൾമേറ്റ് കണക്ഷനെയാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിലുള്ള ഒരു കണക്ഷൻ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ളൊരു കണക്ഷനാണ്. ഓക്കെ, അതിന് ശേഷം നമുക്ക് 3 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഈക്വൽ എഫേർട്സ് ഇടണം, അല്ലെങ്കിൽ ഈക്വലായിട്ട് ബാലൻസ് ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. ആ ഒരു ഈക്വൽ എഫേർട്സ് നിങ്ങൾ ഇടണം എന്നുള്ളതാണ് ഇൻ ഫ്യൂച്ചർ. ഓക്കെ, സോ ഓവറോൾ നോക്കുമ്പോഴത്തേക്കും കറൻ്റ്ലി നിങ്ങളുടെ പേഴ്സൺ ആ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രാപ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. അതിന് റീസൺ നമ്മൾ നോക്കിയപ്പോൾ പാസ്റ്റിൽ നടന്ന എന്തോ കണക്ഷൻസ് അല്ലെങ്കിൽ പാസ്റ്റിലുണ്ടായിരുന്ന ഏതോ ഒരു വ്യക്തി കാരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു സൈലൻസിന് കാരണം ആ ഒരു വ്യക്തി മാനസികമായി അനുഭവിക്കുന്ന ആ ഒരു സ്ട്രഗിൾസാണ്, അല്ലാതെ സ്നേഹമില്ലായ്മയല്ല. ആ ഒരു വ്യക്തി വീണ്ടും ആ ഒരു സ്ട്രെങ്തും കൺട്രോളും ഒക്കെ റീഗെയിൻ ചെയ്യണമെന്നുള്ളതാണ് മുന്നോട്ട് പോകാനായിട്ട്. ആൻഡ് അതുപോലെ തന്നെ ആ ഒരു വ്യക്തി കരിയറിലേക്ക് കുറച്ചുകൂടെ ഫോക്കസ് കൊണ്ടുവരണം. അതിനുശേഷം ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ആ ഒരു ഹാപ്പി ഫാമിലി ലൈഫ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇനി നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് അല്ലെങ്കിൽ അഡ്വൈസസ് എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, Two of Cups, 8 of Cups, Strength card, 10 of Wand and Empress card. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നമുക്ക് 2 ഓഫ് കപ്സ് ആണ്, ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. സോ നിങ്ങൾ റിയൂണിയന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു റിയൂണിയൻ ഉണ്ടാകും. കറൻ്റ്ലി നിങ്ങൾ ഒരുപാട് ചാലഞ്ചസിലൂടെ കടന്നു പോവുകയാണെങ്കിലും നിങ്ങൾക്കിടയിൽ ആ ഒരു സ്ട്രോങ് ഇമോഷണൽ ബോണ്ട് ഉണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കിടയിൽ ആ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ സൈലൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു 2 ഓഫ് കപ്സ് നമുക്ക് ആ ഒരു റീകൺസിലിയേഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ബാലൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ബോണ്ട് ജെനുവിൻ ആക്കണം. ഓക്കെ, ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഓപ്പൺ സ്പേസ് കൊടുക്കുക, രണ്ടുപേർക്കും ആ ഒരു ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുക. അതുപോലെ തന്നെ ഈക്വൽ എഫേർട്സും ഇടുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് ഒരുപാട് മെൻ്റലി നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഓക്കെ, എൻ്റെ പാസ്റ്റിൽ ആ ഒരു വ്യക്തി നിങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ വിഷമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ആ ഒരു വ്യക്തിയുമായി റിയൂണിയൻ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ ഒരുപാട് ദൂരം എത്തണം, അല്ലെങ്കിൽ നിങ്ങൾ ഫോർഗീവ് ചെയ്യണം അല്ലേ. ആ ഒരു ഇമോഷണൽ ബേർഡൻസൊക്കെ നിങ്ങൾ റിലീസ് ചെയ്ത് നിങ്ങൾ ഒരുപാട് മുന്നോട്ട് പോകണം. അത് വളരെ നെസസറി ആണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഡൗട്ട്സും അതുപോലെ തന്നെ ഭയം, ആ എല്ലാ കാര്യങ്ങളും നിങ്ങളത് റിലീസ് ചെയ്യുക, ആ ഒരു വ്യക്തിയുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒരുപാട് മെൻ്റലി ഒരുപാട് വീക്കാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേഷ്യൻസ് വേണം, ക്ഷമ വേണം. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചുകൂടെ ആ ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതും ആണ്. നിങ്ങളുടെ ആ ഒരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ടല്ലോ, അത് നിങ്ങൾ കുറച്ചുകൂടെ ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് 10 ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരുപാട് ഭാരം ചുമന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിലാണ് നിങ്ങളിപ്പോൾ. ഒരുപാട് ഭാരം, ലൈക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ട്,
അതുപോലെ വർക്കായാലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരുപാട് അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ഓവർ തിങ്കിങ് കാര്യങ്ങളുണ്ട്. സോ നിങ്ങൾ ഒരുപാട് ഡൗൺ ആണ്, എല്ലാം കൂടി നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ റിലീസ് ചെയ്ത് കളയാനാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് സപ്പോർട്ട് നിങ്ങൾക്ക് ഓപ്പണായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ഓപ്പൺ അപ്പ് ചെയ്യാം, നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ കുറച്ചുകൂടെ ഇമോഷണലി കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലെറ്റ് ഗോ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് എംബ്രസ് കാർഡ് വന്നിട്ടുണ്ടല്ലേ. സോ നിങ്ങൾ സെൽഫ് കെയറിൽ ഒട്ടും ഫോക്കസ് ചെയ്യുന്നില്ല, നിങ്ങളുടെ സെൽഫ് കെയറിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിന് അല്ലെങ്കിൽ ഡിവൈൻ പ്ലാനിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനും നിങ്ങൾ അതിജീവിക്കണം എന്നുള്ളതാണ്. സെൽഫ് ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യുക, സ്പിരിച്വൽ ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ലെറ്റ് ഗോ ചെയ്യുക, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ്സിൽ വന്നിരിക്കുന്നത്. സോ ഈ ഒരു റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് തരിക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.